തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ. ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കർഷക സഭ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ബ്ലോക്ക് തലത്തിലാണ് കർഷക സഭ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് തല ക്രോഡീകരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ തലമുറയ്ക്ക് ഇറങ്ങാതിരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം അവർ കാണുന്നതാണ് നമ്മുടെ പാടത്ത് കടം മേടിച്ചൊക്കെ കൃഷി പൂർവികരൊക്കെ നടത്തുമ്പോൾ അത് അത്രത്തോളം വിജയിക്കുന്നില്ല എന്ന് അവരൊക്കെ കാണുന്നതുകൊണ്ടാണ് അതിലേക്കൊന്നും അവർ ഇറങ്ങാത്തത്. അപ്പൊ അതിനൊക്കെ ഒരു പ്രതീതി ഉണ്ടാവണം. അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇന്ന് നമുക്ക് മുന്നാകെ അവതരിപ്പിച്ചുകൊണ്ട് അതിനൊക്കെ ഒരു പ്രതീതി നമുക്ക് കണ്ടെത്തണം. എന്തായാലും കൂടുതലായി പറയുന്നു. വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുറുതല കൃഷി ഓഫീസർ എം ഹനീസ് വിഷയാവതരണം നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ മുഹമ്മദ്, ഷെഫീന ഷുക്കൂർ, പി പ്രസന്ന, കെ ബിന്ദു, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, മുറുതല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആനന്ദവല്ലി, കുലിക്കലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വൃന്ദ, പട്ടാമ്പി കൃഷി ഓഫീസർ എം എസ് സൂര്യ, കൃഷിഭവൻ മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർ, പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കർഷകരെ സഹായിക്കാൻ പറ്റുന്ന ഏതവസരവും അത് ഏത് ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക്, ജില്ല ഏതായാലും സംസ്ഥാന സർക്കാർ അടക്കം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഇടപെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നു പോകുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം പോലെ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നു. അതുപോലെ പല രീതിയിലുള്ള പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് കർഷകർ ഈ കൃഷി രംഗത്ത് അതികഠിനമായ ചൂടായാലും തണുപ്പായാലും ഭക്ഷണം കിട്ടോ ഇല്ല എന്നൊന്നും നോക്കാതെ വെടിയുള്ള ഏത് സമയത്ത് ചേരിപ്പാഞ്ഞു വരും എന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ നിൽക്കുക, അങ്ങനെ നമ്മുടെ സുഖമായ ഇവിടെ ഉറക്കവും ഭക്ഷണവും ഒക്കെയായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ അതിരിക്കുന്നത്. അതിലേറെ വലിയ ത്യാഗമാണ് നമ്മുടെ കർഷകര് ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കൃഷി ഓഫീസുകളും അതോടൊപ്പം തന്നെ പാടശേഖര സമിതികളൊക്കെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ സമയത്ത് ബ്ലോക്ക് പഞ്ചായത്തിനോട് ഒരൊറ്റ നിർദ്ദേശം മാത്രമേ വയ്ക്കാനുള്ളൂ. ഞങ്ങളുടെ കർഷകർക്ക് ആനുപാതികമായ ഓരോ ഗ്രാമപഞ്ചായത്തും വയ്ക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള സബ്സിഡി തുക ബ്ലോക്ക് പഞ്ചായത്ത് കൂടി വെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ കർഷക സഭയിൽ ആവശ്യപ്പെടാനുള്ളത്.